ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ പ്ലീസ് ബി മാരീഡിൻ്റെ സീസൺ 2 സെക്കൻഡ് പാർട്ടാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ പാർട്ടിൻ്റെ സ്റ്റാർട്ടിങ് സീൻ തന്നെ കാണിക്കുന്നു വന്നിട്ട് ഓൾറെഡി നമ്മൾ ഷിയാങ്കി പറഞ്ഞാണല്ലോ പിക്കപ്പ് ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ ഷെന്നിൻ്റെ അടുത്ത് പറഞ്ഞാണ് നമുക്ക് ഇന്നൊരു അടിപൊളി ഷോ ഉണ്ട്, അത് കണ്ടിട്ട് പോകാമെന്ന്. ഓക്കെ, അപ്പോൾ ഷോ വേറെ ഒന്നുമല്ല, നമ്മുടെ ഷിയാങ്കി വന്ന ആ മെസ്സേജ് അയച്ചിട്ടില്ല, രണ്ടുപേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് ഇവളുടെ ഒരു എക്സ് ബോയ് ഫ്രണ്ട് ചെറുക്കനില്ലായിരുന്നോ, ഈ വന്ന് മെങ്ങ് ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ചീറ്റ് ചെയ്തില്ലേ, ആ ചെറുക്കനും അതുപോലെ തന്നെ നമ്മുടെ ഷെന്നിൻ്റെ അനിയനും മെസ്സേജ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഷെന്നിൻ്റെ അനിയൻ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ ഇവൾ നേരെ അവൻ്റെ വണ്ടി കയറാൻ നിൽക്കും കേട്ടോ, ഈ മറ്റേ മെങ്ങ്. ആ സമയത്ത് കറക്റ്റ് അങ്ങോട്ടും മറ്റേ എക്സ് ബോയ് ഫ്രണ്ടും വരുവാണ്. അപ്പോൾ ഇവള് വണ്ടി കയറാൻ നിൽക്കുന്ന എക്സ് ബോയ് ഫ്രണ്ട് കാണും. അപ്പോൾ എക്സ് ബോയ് ഫ്രണ്ട് ചോദിക്കും, നീ എന്തുവാടി എന്നെ ചീറ്റ് ചെയ്യുമായിരുന്നോ, നീ ഇപ്പോൾ അവനെ ഡേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് ഇവൻ വഴക്കുണ്ടാക്കും. ആ സമയത്ത് വന്ന് നമ്മുടെ ആ ഷെന്നിൻ്റെ അനിയനും വന്ന് വഴക്കുണ്ടാവും. അപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലാക്കുന്നത്, ഇവള് വന്ന് ഒരേ സമയം ഇവർ രണ്ടുപേരും ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി നമ്മുടെ ഷെന്നിൻ്റെ അനിയൻ വന്നിട്ട്, അവൻ നല്ല പൈസക്കാരനല്ല, അവൻ വന്ന് ഇവളുടെ യൂസിന് വേണ്ടി മാത്രമാണ് അവളെ സ്നേഹിച്ചത്. അവൻ്റെ അടുത്ത് തന്നെ പറയുമോ, നിന്നെ പോലെയുള്ള വൃത്തികെട്ട പെണ്ണൊക്കെ ആരും നോക്കാനാണ്, ഞാൻ എൻ്റെ കാര്യം നോക്കി പോവാ, നീ ആരുടെ കൂടെ വേണമെങ്കിലും പോയിക്കോടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷെന്നിൻ്റെ അനിയൻ അവിടെ നിന്ന് പോകാൻ നിൽക്കുക. ആ സമയത്ത് നമ്മുടെ മെങ്ങിന് ദേഷ്യം വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ് ബോയ് ഫ്രണ്ടിനേക്കാൾ കൂടുതൽ പൈസ ആരുടെ കയ്യിലുള്ളത്, നമ്മുടെ ഷെന്നിൻ്റെ അനിയൻ്റെ കയ്യിലാണ്. കാരണം അവർ സ്വന്തമായി കമ്പനിയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് എടുത്തുകൊണ്ട് നമ്മുടെ മെങ് പറയും, നമ്മുടെ എക്സ് ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും, എടാ നീ ഒറ്റ എടുത്തും കാരണം എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ വന്നതെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ചെവിക്കൽ നോക്കി വരണം പൊട്ടിക്കും. അപ്പോൾ എടുത്തുകൊണ്ട് നമ്മുടെ എക്സ് ബോയ് ഫ്രണ്ട് പറയാം, അല്ലെങ്കിൽ നീയൊക്കെയാ ഷിയാങ്കിയെ വെച്ച് നോക്കിയാൽ നീയൊക്കെ ആരാന്നാ, സത്യം പറഞ്ഞ നീ എന്നെ അന്ന് ചീറ്റ് ചെയ്തോണ്ടാ, നീ എന്നെ അന്ന് കുടിക്കാൻ തന്ന് വളച്ചെടുത്തോണ്ടാ എനിക്ക് നിന്നെ ഇപ്പോൾ ഡേറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നേ, ഷിയാങ്കി നിന്നേക്കാൾ എത്രയും മേലെ, അവളെ എങ്ങാനും ഞാൻ ഡേറ്റ് ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ കിടന്ന് ചലച്ചിട്ട് അവിടെ നിന്ന് പോകട്ടോ. എന്നിട്ട് നമ്മുടെ മെങ്ങാണെങ്കിൽ ആ വണ്ടി കയറാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ഷെന്നിൻ്റെ അനിയൻ സമ്മതിക്കാതെ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഷിയാങ്കി വരാം, ഓക്കെ ഓക്കെ എന്നാൽ ഷോ എല്ലാം കഴിഞ്ഞ് പോകാമെന്ന് പറയട്ടെ. പക്ഷേ പ്രശ്നം അതല്ല, ഇതെല്ലാം വന്ന് ഷിയാങ്കിയും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ കൂടെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന മറ്റ് ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, ആ പെൺപിള്ളേരും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം വന്ന് ന്യൂസിൽ അങ്ങ് ലീക്ക് ആവുകയാണ്. എന്നിട്ട് അവർ നമ്മുടെ ഷിയാങ്കിയും ഷെന്നും കൂടി അവിടെ നിന്ന് പോകാം. പിറ്റേന്ന് രാവിലെ ആവുന്ന സമയത്തും ഷിയാങ്കി ആണെങ്കിൽ മേക്കപ്പ് റൂമിൽ ഇരുന്നിട്ട് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുട്ടി ചെറുക്കനായിട്ടുള്ള അനം വന്നിട്ട് ഇവൾക്ക് റോസ് കൊടുക്കുന്നുണ്ട്. പറയണം, അമ്മ ഇന്നലെ വാലന്റൈൻസ് ഡേ, നിങ്ങൾ എന്താ പരിപാടി വൈകിട്ട് ഔട്ടിങ്ങിനൊക്കെ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഷിയാങ്കി പറയാം, ഇല്ല മോനെ ഞാൻ ഇന്ന് എന്തുമായാലും ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നില്ല, നമുക്ക് വന്ന് പപ്പയുടെ വീട്ടിൽ പോയി സ്റ്റേ ചെയ്യാമെന്ന് പറയാം. അങ്ങനെ അന്ന് രാത്രി ആവട്ടോ. അപ്പോൾ അന്ന് രാത്രി ആകുമ്പോൾ നമ്മുടെ ഷെന്നെ ഇവളെ പിക്കപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. കാരണം അന്ന് വാലന്റൈൻസ് ഡേ അല്ലേ. അപ്പോൾ അവളാണെങ്കിൽ നൈസിനൊരു റോസാപ്പൂവാണ് അവന് ഗിഫ്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് അവൻ ഇവൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന നല്ല വിലപിടിപ്പുള്ള ഒരു ബ്രേസ്ലെറ്റ് ആട്ടോ. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി വീട്ടിൽ പോവാണ്. അപ്പോൾ ഇവർ വീട്ടിൽ പോകാൻ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് അനൻ വന്നിട്ട് നമ്മുടെ വേലക്കാരി ആൻറ്റിയെ വിളിച്ചിട്ട് പറയുവാണ്, ആൻറ്റി അതേ വന്നേ, ഒരു കാര്യം നമുക്ക് ചെയ്യണം, പപ്പയും അമ്മയും അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയണം. എന്നിട്ട് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഇവർ ചെറിയ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനൻ വന്നിട്ട് വേലക്കാരി ആൻറ്റിയുടെ അടുത്ത് പറയുന്നത്, ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലാണ്ട് പപ്പയും അമ്മയും ഒറ്റയ്ക്ക് ഇരിക്കട്ടെ, നമുക്ക് എവിടെയെങ്കിലും പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചേക്കണം. അപ്പോൾ നമ്മൾ ഷെന്നും അതുപോലെ ഷിയാങ്കി വരുന്ന സമയത്ത് വേലക്കാരി ആൻറ്റി പറഞ്ഞു, ഞാൻ വന്നിട്ട് കുട്ടിച്ചെറുക്കനെ കൊണ്ട് പുറത്തെങ്ങാനും പോയി ഫുഡ് കഴിക്കാം, ഇവന് പുറത്ത് പോകണമെന്ന് പറയുന്നതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് ഞാൻ പൊക്കോളാം, നിങ്ങളിവിടെ ഫുഡ് കഴിക്കുന്നു പറഞ്ഞ് നോക്കുമ്പോൾ എന്തുവാ, വേലക്കാരി ആൻറ്റി ആണെങ്കിൽ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിനുള്ള എല്ലാ സെറ്റപ്പും അവിടെ ചെയ്ത് വെച്ചേക്കുവാണ്. നമ്മുടെ ഷെന്നിന് വന്ന് ഷിയാങ്കി ഇഷ്ടമാണെന്നുള്ള കാര്യം ഷിയാങ്കിക്ക് അറിയാം. പക്ഷേ എങ്കിൽ അത് അവൻ തുറന്ന് പറയുന്നവരുള്ള എടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവള് പറയാണ്, ശരി എന്നാൽ ഗിഫ്റ്റ് തന്നില്ല ബ്രേസ്ലെറ്റ്, അതൊന്ന് എൻ്റെ കയ്യിൽ ഇട്ട് തരുമെന്ന് ചോദിക്കുന്ന സമയത്ത് അവനത് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അവൾ പറയാം, അല്ല 2 മിനിറ്റ് എൻ്റെ കൈ പിടിക്കുന്നതിന് കുഴപ്പമില്ല പറഞ്ഞിട്ട് കൈ ഇങ്ങനെ നീട്ടി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് വേലക്കാരി ആൻറ്റി വന്നിട്ട് പറയും, ഞാൻ ആ പോട്ടിനകത്ത് ഇച്ചിരി കൂടി സൂപ്പ് ഇരിപ്പുണ്ട്, അത് എടുത്ത് കഴിച്ചോണേ മക്കളെ എന്ന് പറയാം കേട്ടോ. അപ്പോഴാണ് ഇവർ വന്ന് പറയുമ്പോഴാണ് ഇവർ കാണുന്നത് ഇവർ രണ്ടുപേരും കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേലക്കാരി ആൻറ്റി, ഞാൻ വന്ന ടൈം ശരിയായില്ല, സോറി ഞാനിവിടെ ഉണ്ടെന്നൊന്നും നിങ്ങൾ വിചാരിക്കണം, നിങ്ങളങ്ങ് കണ്ടിന്യൂ ചെയ്തെന്ന് പറയാം. അതുകൊണ്ട് വേലക്കാരി എൻ്റെ ഇവിടെ നിന്ന് പോകാട്ടോ. അപ്പോൾ നമ്മുടെ അടുത്തുകൊണ്ട് നമ്മുടെ ഷെന്ന് എന്നിട്ട് ഓക്കെ അവൻ ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഷിയാങ്കി വേറെ ഒന്നുകൂടി കൈ പിടിക്കുന്നു പറയുമ്പോൾ ഇവൻ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ ഷിയാങ്കിയുടെ ഗ്രാൻഡ് പി ഉണ്ടല്ലോ, ആൾ വരും. ആൾ വന്നുകൊണ്ട് ആളവിടെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുക, നീ എന്തുവാണ് എൻ്റെ കൊച്ചുമോളുടെ ചെയ്തത്, നീ വൃത്തികെട്ടവനാണ്, നീ മര്യാദയ്ക്ക് നോക്കിയും കണ്ടും പെരുമാറിക്കുമെന്ന് പറഞ്ഞിട്ട് ഇയാൾ അവിടെ കിടന്ന് ബഹളം വയ്ക്കുക. അപ്പോൾ നമ്മുടെ വേലക്കാരി ആൻറ്റി അവിടെ നിന്ന് പോകാൻ നിൽക്കുന്നില്ല. അപ്പോഴേക്കും വേലക്കാരി ആൻറ്റി വന്നിട്ട് അവരും വന്നിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടുകയാണ്. അതുപോലെ തന്നെ അനനും വന്നിട്ട് പറയുകയാണ്, ഗ്രാൻഡ് പ അങ്ങനെയൊന്നുമല്ല, ഗ്രാൻഡ് പ തെറ്റിദ്ധരിച്ച് അങ്ങനെയൊന്നുമല്ല കാര്യം എന്നൊക്കെ പറയുന്ന സമയത്ത്, ഇല്ലില്ല ഞാനിപ്പോൾ എന്താ കണ്ടത്, എന്നിട്ട്
എന്നിട്ട് നമ്മുടെ ഷെന്നിൻ്റെ ആണെങ്കിൽ വഴക്ക് പറയാം, എടാ നീ എന്ത് തോന്നിവാസിയാടാ, നീ എന്ത് തോന്നിവാസമാടാ കാണിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ അവൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കും കേട്ടോ. അപ്പം നീ എന്നിട്ട് പറയാണ്, ഷിയാങ്കി നീ എൻ്റെ കൂടെ വാ, ഇന്ന് നീ എൻ്റെ കൂടെ വന്ന് അവിടെ സ്റ്റേ ചെയ്യണം, അത് ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാം. അപ്പോൾ ഷിയാങ്കി പറയാം, ഗ്രാൻഡ് പാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന സമയത്ത് അനന്നെ ഒരു കാര്യം പറയാണ്, ഗ്രാൻഡ് പാ ഒരു കാര്യം ചെയ്യുക ഗ്രാൻഡ് പാ, എന്നെ കൊണ്ട് ഒന്ന് പുറത്തൊന്ന് പോയി ഫുഡൊക്കെ കഴിക്കുക ഗ്രാൻഡ് പാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇവൻ കൊഞ്ചുമ്പോൾ കുഞ്ഞല്ലയോ. അപ്പോൾ ഗ്രാൻഡ് പാ പറയണം, എന്നാൽ ശരി നമുക്ക് ഷിയാങ്കിയും കൊണ്ടുപോകാം. അപ്പോൾ അനൻ പറയണം, അങ്ങനെയല്ല ഗ്രാൻഡ് പാ, എനിക്ക് വരണം ഗ്രാൻഡ് പാ, നമുക്ക് ഒറ്റയ്ക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുമ്പോൾ ലാസ്റ്റ് ഗ്രാൻഡ് പാ പറയണം, ശരി ഞാൻ കൊണ്ടുപോകാം, പക്ഷേ നമ്മുടെ ഷെൻ്റെ അടുത്ത് നീ മര്യാദയ്ക്ക് ബിഹേവ് ചെയ്തോണം എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഗ്രാൻഡ് പാ പോയി, ആ പ്രശ്നമൊക്കെ തീർന്നല്ലോ. അപ്പോൾ എടുത്ത ഷെങ്കി പറയും, എന്നാൽ ഇച്ചിരി നേരം കൈ പിടിക്കുന്ന പറഞ്ഞ സമയത്ത് നമ്മുടെ ഷെന്ന് പറയണേ, ഇല്ല ഞാൻ ഇനി കൈ പിടിക്കാൻ പോകുന്നില്ലെന്നും. അപ്പോൾ ഷെങ്കി പറയും, എന്ത് പറ്റി, അല്ല നിന്റെ ഗ്രാൻഡ് പാ വന്ന് ഉപദേശിച്ച് പോയതൊന്നും മോള് കണ്ടില്ലായിരിക്കും അല്ലേ, എൻ്റെ അടുത്ത് നല്ല വൃത്തിക്ക് ബിഹേവ് ചെയ്യാനാണ് പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവ ഇങ്ങനെ ചുമ്മാ ഇതാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതേ സമയം കാണിക്കുവാണ് നമ്മുടെ ഷെന്നിൻ്റെ അനിയൻ്റെ കമ്പനിയിൽ ഒരു അസിസ്റ്റൻറ്റ് പെണ്ണുണ്ട് അവന് കേട്ടോ. അപ്പോൾ ആൾ വന്നിട്ട് ഈ മറ്റേ ഷൂട്ടിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് ഷെന്നിൻ്റെ അനിയൻ പറയണം, ഈ ഷൂട്ട് ഇനി മുന്നോട്ട് പോകുന്ന എനിക്ക് താല്പര്യം, ഷൂട്ട് എങ്ങനെയെങ്കിലും നിർത്തി വെക്കാനുള്ള പരിപാടി നോക്കണം. അപ്പോൾ എടുത്തോണ്ട് ഈ അസിസ്റ്റൻറ്റ് പെണ്ണ് പറയണം, അയ്യോ അതൊന്നും പറ്റത്തില്ല, കാരണം നമ്മൾ അവർക്ക് ഓൾറെഡി കോൺട്രാക്റ്റ് ഇട്ടേക്കുമല്ലേ, കോൺട്രാക്റ്റ് നമ്മൾ എത്തിക്കുവാണെങ്കിൽ നമ്മൾ വന്ന് 50 മില്യൺ പൈസ അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് വന്ന് ഭയങ്കര വലിയ എമൗണ്ട് ആണെന്നൊക്കെ പറയുന്ന സമയത്ത് ഷെന്നിൻ്റെ അനിയൻ വന്നിട്ട് ഈ അസിസ്റ്റൻറ്റ് പെണ്ണിനോട് ചൂടായിട്ട് പറയണം, ഈ കോൺട്രാക്റ്റിൻ്റെ പൈസ കൊടുക്കാതെ തന്നെ എനിക്ക് നിർത്താനുള്ള എന്തെങ്കിലും വഴി നോക്കിക്കോ, അത് ഏത് വഴിയായാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ഞാൻ പറഞ്ഞ കാര്യം നടക്കണം എന്ന് പറയണം. പിന്നെ അസിസ്റ്റൻറ്റ് പെണ്ണ ഒന്നും പറയാൻ പറ്റാതെ അവൾ അവിടെ നിന്ന് പോകട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഷിയാങ്കിയാണ് ഇച്ചിരി വൈനെ കുടിച്ചിട്ടുള്ളൂ, പക്ഷെ അവൾ ഈ കുടിച്ച് ബോധമില്ലാത്ത പോലെ മയങ്ങി വീഴാൻ പോകുന്ന പോലെയൊക്കെ അഭിനയിക്കുമ്പോൾ നമ്മുടെ ഷെന്നി പിടിക്കാൻ പോട്ടോ. അപ്പോൾ അവൾ വന്ന് കിസ് കൊടുക്കാനൊക്കെ നിൽക്കുന്ന സമയത്ത് അവനാണെങ്കിൽ അവളെ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുക. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഷിയാങ്കിക്ക് ദേഷ്യം വന്നിട്ട് പറയാം, അല്ലെങ്കിൽ നിനക്ക് റൊമാൻസ് ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് ഷിയാങ്കി ചൂടാകുന്ന സമയത്ത് അവനാണെങ്കിൽ അവളെ പിടിച്ച് കിസ് ചെയ്യണം. എന്നിട്ട് അവൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് കിടത്തുവാട്ടെ കാട്ടില്ലേ. എൻ്റെ പിറ്റേന്നാണെങ്കിൽ നമ്മുടെ ഷിയാങ്കിയാണ് ഈ കാര്യം കൊണ്ട് ഭയങ്കര ഹാപ്പി കേട്ടോ. അപ്പോൾ മേക്കപ്പ് ചെയ്യുന്ന ആ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ ലേഡി തന്നെ ചോദിക്കുവാണ്, എന്ത് പറ്റി ഷിയാങ്കി ഇന്ന് ഭയങ്കര ഹാപ്പിയാണല്ലോ, എന്തെങ്കിലും ഹാപ്പി ന്യൂസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഷിയാങ്കി ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് കറക്റ്റ് അങ്ങോട്ട് ഇവരുടെ ഡയറക്ടറില്ല, അയാൾ കയറി വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക. വേറെ ഒന്നുമല്ല, ഇവർക്ക് ഇന്ന് ഷൂട്ട് ചെയ്യേണ്ട ആ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ അതെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ ലൊക്കേഷനിലെ ആൾക്കാർ പറയാമെന്ന് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങളിവിടെ അലൗഡ് ചെയ്ത് തരത്തില്ല. പക്ഷേ അവരുടെ ആ ഒരു സ്റ്റോറി എഴുതി തന്നു കാണുമല്ലോ, അപ്പോൾ അതിന് പറ്റുന്ന ഒരു ലൊക്കേഷൻ അവർ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതായിരിക്കും ആ ലൊക്കേഷൻ. പക്ഷെ ഇപ്പോൾ അവർ സമ്മതിക്കാത്തതുകൊണ്ട് ഇന്ന് ഷൂട്ട് നടക്കത്തില്ല. അപ്പോൾ ഡയറക്ടർ പറയാണ്, അല്ലെങ്കിൽ ഈ ഷോ സ്റ്റാർട്ട് ചെയ്തപ്പോട്ട് ഓരോരോ പ്രശ്നങ്ങളാണ്, മര്യാദയ്ക്ക് ഷൂട്ടിംഗ് ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും വരുന്നില്ലേ, എന്തൊരു ബാഡ് ലക്കാന്ന് അറിയത്തില്ലോ, ഞാൻ എന്തൊരു നാശം പിടിച്ച ഒരു ഷോയിലാണോ കാല് വെച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളങ്ങ് ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ഭയങ്കര ചൂടായിട്ട് അവിടെ നിന്ന് പോവാട്ടോ. ഇയാൾക്കാണെങ്കിൽ ഷോ ആണെങ്കിൽ പറഞ്ഞ ഡേറ്റിന് തീർക്കും വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഡയറക്ടർ ചൂടായിട്ട് പുറത്ത് നിന്നിട്ട് ആരൊക്കെയോ വിളിച്ചിട്ട് അതൊക്കെ ഓക്കെ ആക്കാൻ നോക്കുക. ആ സമയത്ത് കറക്റ്റ് അങ്ങോട്ട് നമ്മുടെ ഷെന്നീൻ്റെ അനിയൻ്റെ അസിസ്റ്റൻ്റ് വേണ്ടി വന്നിട്ട് വിളിക്കുക കേട്ടോ. ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം, വേറൊരു ഷോയുടെ കാര്യം മൂവിയുടെ കാര്യം സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന സമയത്തും നമ്മുടെ ഡയറക്ടർ അകത്ത് കയറിയിരിക്കുക. ആ സമയത്ത് ഈ അസിസ്റ്റൻ്റ് പെണ്ണ് നമ്മുടെ ഡയറക്ടറുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പറയണം, ഞാൻ ഒരു കാര്യം പറയാം, അത് ചെയ്യുവാണെങ്കിൽ പൈസ മൊത്തം നിങ്ങളെടുത്തോ, എനിക്ക് അങ്ങനെ ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സമയത്ത് അങ്ങനെ ചോദിച്ചിട്ട് എന്തോ ഒരു കാര്യം അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിറ്റേന്നാണെങ്കിൽ രാവിലെ നോർമലി നടക്കുന്ന പോലെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുവാണ്. ആ സമയത്ത് അനനും അതുപോലെ തന്നെ നമ്മൾ ഷിയാങ്കിയും തമ്മിലുള്ള ഒരു റോളാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് അന്നത്തെ പാക്കപ്പും പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ സമയത്ത് അനൻ പറയണം, അമ്മ വേഗം റെഡിയാവുക, പപ്പയാണെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞ സമയത്ത് ഷിയാങ്കി പറയണം, നിൽക്ക് പോകാൻ ഞാൻ ഈ മേക്കപ്പ് ഒന്ന് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അനന്നോടൊന്ന് പറഞ്ഞു വിടുക. അപ്പോൾ ഈ സമയത്ത് ഡയറക്ടർ ആണെങ്കിൽ ഭയങ്കരമായിട്ട് വന്നിട്ട് പറയാം, സോറി ഷിയാങ്കി, ഇന്നലെ വന്ന് ഞാൻ ആ ഒരു സിറ്റുവേഷനിലായതുകൊണ്ട് അങ്ങനെ ഷൗട്ട് ചെയ്തത്, നീ ഒന്നും കാര്യമാക്കി എടുക്കണ്ട, നമുക്ക് നോർമലി എങ്ങനെയാണ് നല്ല രീതിക്ക് പോകാം. മാത്രമല്ല നമ്മുടെ ഷോയ്ക്ക് വേണ്ടി പുതിയ തരത്തിലുള്ള കുറേ കോസ്റ്റ്യൂംസ് എല്ലാം ഞാൻ കൊണ്ടുവന്ന് കരാവനിൽ വെച്ചിട്ട് നീ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാൻ പറയണം. പക്ഷേ ഷിയാങ്കി പറയണമെന്ന് ഞാൻ മേക്കപ്പ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് പോയിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളാം ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാട്ടോ. എന്നിട്ട് അനനാണെങ്കിൽ കുറേ നേരമായിട്ട് ഷിയാങ്കിയെ പോയിട്ട് കാണാനല്ലോ, അതുകൊണ്ട് അവിടെ വന്നിട്ട് മേക്കപ്പ് റൂമിൽ വന്ന് നോക്കുന്ന സമയത്ത് ആ മേക്കപ്പ് റൂമിൽ ആ ചേച്ചി പറയണം, കുറേ നേരമായാലും ഷിയാങ്കി ഇവിടുന്ന് പോയിട്ടെന്ന് പറഞ്ഞ സമയത്ത് അനയും ടെൻഷൻ വാപ്പ. എന്നിട്ട് അനനാണെങ്കിൽ അവിടെ നിന്ന് വന്നിട്ട് വരുന്ന സമയത്ത് ഡയറക്ടർ വന്ന് ഒരാളുടെ അടുത്ത് പറയുകയാണ്, നമ്മൾ പറഞ്ഞ പോലെ പ്ലാൻ എല്ലാം നടന്ന് രണ്ടുപേരും ഞാൻ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്, അവർ വന്ന് ഷിയാങ്കിനെ കിഡ്നാപ്പ് ചെയ്തോളെന്ന് പറയണം. അപ്പോൾ അനനാണെങ്കിൽ ടെൻഷനിൽ ചെല്ലുന്ന സമയത്ത് അങ്ങോട്ടൊരു ഡാൻസ് മാസ്റ്റർ ഉണ്ടായിരുന്നല്ലോ നമ്മൾ ഷിയാങ്കിയോട് ഒരു ക്രഷുള്ള ചേർക്കാൻ, അത് വന്ന് ഈ ഒരു സീസണിൽ ഈ ചെറുക്കം സൂ എന്ന് പറയുന്ന ഈ ചെറുക്കം വന്നിട്ട് ഈ ഒരു ആർട്ടിസ്റ്റാണ് കേട്ടോ.
അപ്പോൾ അവനാണെങ്കിൽ ഓടി വരും. അപ്പോൾ അവൻ്റെ അടുത്താണ് അനൻ പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് കാണിക്കുകയാണ് നമ്മൾ ഷിയാങ്കി അവർ കിഡ്നാപ്പ് ചെയ്തിട്ട് ഒരു റൂമിനകത്ത് അടച്ചിട്ടേക്കുക, ആ ഒരു സെറ്റിനകത്ത് തന്നെ. എന്നിട്ട് അവർ വിളിച്ച് ചോദിക്കുകയാണ് എന്താ ഷിയാങ്കിയെ ചെയ്യണേന്ന് ചോദിക്കുന്ന സമയത്ത് പറയണം, അപ്പുറത്തുനിന്ന് ഒരാൾ പറയണം ഷിയാങ്കിയുടെ മുഖത്ത് മാത്രം ഡാമേജ് ഉണ്ടാക്കിയാൽ മതി, അപ്പോൾ ഹീറോയിൻ്റെ മുഖം ഡാമേജ് ആയി കഴിഞ്ഞാൽ ഈ ഷൂട്ട് നടക്കത്തില്ലോ എന്ന് പറയണം. അപ്പോൾ അവർ നമ്മൾ ഷിയാങ്കിയുടെ മുഖത്ത് ഡാമേജ് ഉണ്ടാക്കാൻ അവളുടെ മുഖം കീറാൻ പോവുകയാണ്. ഈ സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.